ഹൺസ് റൂൾ. ഹൺസ് റൂൾ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് എനർജി കാണാനുള്ള ഒരു റൂളാണ്. ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് കാണാനുള്ള ഒരു റൂളാണെന്ത് ഹൺസ് റൂൾ എന്ന് പറയുന്നത്. 3 പോസ്റ്റുലേറ്റാണ് അതിൽ വരുന്നത്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഹാവ് എ മിനിമം എനർജി. മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഹാവ് എ ലോവസ്റ്റ് എനർജി. അതായത് ഏറ്റവും കൂടുതൽ മൾട്ടിപ്ലിസിറ്റി ഏതിനാണോ അതിനായിരിക്കും ലോവസ്റ്റ് എനർജി ഉണ്ടാവുക. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞത് മാക്സിമം ആംഗുലാർ മൊമെൻറ്റം. മാക്സിമം ആംഗുലാർ മൊമെൻറ്റം ഹാവ് ലോവസ്റ്റ് എനർജി. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് the outermost shell is less than half filled or equal. Angular momentum is equal to modulus of L minus x and greater than half filled. Total angular momentum is equal to modulus of L plus x have an lowest energy. അപ്പോൾ മാക്സിമം മൾട്ടിപ്ലിസിറ്റിക്ക് ഉള്ളതിന് മിനിമം എനർജി ആയിരിക്കും. ദെൻ മാക്സിമം ആംഗുലാർ മൊമെൻറ്റം വരികയാണെങ്കിൽ അതിനും മിനിമം എനർജി ആയിരിക്കും. ഇനി ഔട്ടർ മോസ്റ്റ് ഷെല്ല്, അതായത് വാലൻസ് ഷെല്ലിൽ ഹാഫ് ഫീൽഡിനേക്കാൾ കുറവോ അല്ലെങ്കിൽ ഹാഫ് ഫീൽഡോ ആണെങ്കിൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് L മൈനസ് എക്സ്, അതായത് ജെ മിനിമം ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഹാഫ് ഫീൽഡ് ആണെങ്കിൽ ജെ എന്ന് പറയുന്നത് മാക്സിമം, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് L പ്ലസ് എക്സ് എന്നതായിരിക്കും അവൻ ലോവസ്റ്റ് എനർജി. ഈ 3 പോസ്റ്റുലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേജ് റെപ്രസെൻറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് സിലിക്കൺ ആറ്റത്തിൻ്റെ കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. സിലിക്കൺ എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p2, 14 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് 3p2. പി ഷെല്ല് ആയതുകൊണ്ട് 3 സെല്ലാണ് ഉണ്ടാവുക. ഒന്നാമത്തെ സെല്ല് +1, രണ്ടാമത്തത് 0, മൂന്നാമത്തത് -1. 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ആദ്യത്തെ 2 ഷെല്ലിലായിരിക്കും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓർബിറ്റൽ വാല്യൂ എന്ന് പറയുന്നത് 1, 0, -1 ആയിരിക്കും. ഓക്കെ, 2 രീതിയിൽ നമുക്ക് ലോവസ്റ്റ് എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ബൈ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി മാക്സിമം മൾട്ടിപ്ലിസിറ്റി എത്രയാണ് നമ്മൾ നോക്കണം. മാക്സിമം മൾട്ടിപ്ലിസിറ്റി, അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിസിറ്റി സ്പിൻ എത്ര ഉണ്ട് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യണം. സ്പിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 1/2 വരുന്നുണ്ട്, ഇവിടെയും 1/2 വരുന്നുണ്ട്. സോ 1 ആണ് ഇവിടുത്തെ സ്പിൻ എന്ന് പറയുന്നത്. സോ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2x + 1 ദാറ്റ് ഈസ് 3 എന്ന് നമുക്ക് എത്തും. 2x + 1 അതായത് 3 ആണ് ഇവിടുത്തെ മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് മാക്സിമം ആംഗുലാർ മൊമെൻറ്റ് നമുക്ക് കാണണം. അതിനുവേണ്ടി L = ഇവിടുത്തെ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോൺ. അപ്പോൾ 1 × 1 പ്ലസ് ഇവിടെ 1 ഇലക്ട്രോൺ ആണുള്ളത്. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ ഇല്ല, അപ്പോൾ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ L = 1. L = 1 എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് വരുന്നത്? പി ഓർബിറ്റാണ് വരുന്നത്. ഓക്കെ, ഇനി ലെസ് ദാൻ ഹാഫ് ഫീൽഡ് ആണ്. സോ ജെ മിനിമം ആയിരിക്കും അവിടെ ഉണ്ടാവുക. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് L മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 മൈനസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ മിനിമം എനർജി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ലോവസ്റ്റ് എനർജി എന്ന് പറയുന്നത് ബൈ കാൽക്കുലേഷൻ മൾട്ടിപ്ലിസിറ്റി 3
റെപ്രസെൻറ്റേഷൻ L, ദാറ്റ് ഈസ് P, ആംഗുലർ മൊമെൻ്റ് എന്ന് പറയുന്നത് 0, ദാറ്റ് ഈസ് 3p0 ഇസ് ദ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ്. ഓക്കെ, ഇത് ഒരു മെത്തേഡാണ്. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് വെച്ച് നമുക്ക് കാണാം. ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് 3p2 ആണ് വരുന്നത്. 3p2, അതായത് 2 വാലൻസ് ഇലക്ട്രോൺ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, അതായത് പി എന്ന് പറയുന്ന ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസാണ് വരുന്നത്. ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1-ലാണ്, പിയിലാണ്. രണ്ടാമത്തെ ഇലക്ട്രോൺസും പി തന്നെയാണ്. ഒന്നാമത്തെ ഇലക്ട്രോൺസിൻ്റെ സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത് 1/2 ആണ്. രണ്ടാമത്തെ കേസിലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. ബൈ LL കപ്ലിംഗ് L is equal to 2, 1, 0. ബൈ SS കപ്ലിംഗ് ദാറ്റ് ഈസ് 2, 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എത്രയാണ് അലോഡ് സ്റ്റേജ് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് L+X ഓടാവുന്ന കേസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം അത് അലോഡ് വാല്യൂസ് അല്ല. അപ്പോൾ ഈവൻ ആവുന്ന കേസ് മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ L is equal to 2, X is equal to 2 എന്നുള്ള കേസ്. L is equal to 2, 1, 0, X is equal to 2, 1. വേണമെങ്കിൽ നമുക്ക് ബോക്സിൽ എല്ലാം കൂടെ എഴുതാം. ലാസ്റ്റ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് L, ദിസ് ഈസ് X, ദെൻ L+X അലോഡാണോ ഈവൻ ആണോ നോട്ട് അലോഡാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ദെൻ ഫൈൻഡ് J, ദെൻ റെപ്രസെൻറ്റേഷൻ, സോറി മൾട്ടിപ്ലിസിറ്റി, ദെൻ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2, 1, 0, 2, 1, 0, 2, 1, 2, 1, 2, 1. L+X ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇത് 3, 3, 1. അപ്പോൾ ഈ 3 കേസ് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. കാരണം നോട്ട് അലോഡാണ്. ആദ്യത്തെ 3 കേസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ കൺസിഡർ ചെയ്താൽ മതി. ദെൻ L+Jയുടെ വാല്യൂ കാണണം. ജെയുടെ വാല്യൂ കാണാൻ വേണ്ടി 4, 3, 2, 1. മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 2s+1 ദാറ്റ് ഈസ് 4, സോറി 5, 4, 3, 2, 1, 0. 5 വാല്യൂസാണ് വരുന്നത്. 2 + 2, 4, 3, 2, 1, 0. ഓക്കെ, ദെൻ L is equal to 1, X is equal to 1. ഈവൻ വാല്യൂ ആണ്, അലോഡാണ്. സോ 2, 1, 0, X is equal to 1 ആണ്. അപ്പോൾ 2 × 1 + 1 ദാറ്റ് ഈസ് 3. ഇവിടെ 0, 2 തന്നെയാണ് വരുന്നത്. അലോഡ് വാല്യൂ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 5 ആണ് വരുന്നത്. ഇനി റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ L is equal to 2 ആണ്. L is equal to 2 ആവുന്ന കേസിൽ, സോറി മാറിപ്പോയി, ദിസ് ഈസ് എ 0 and 1. ഓക്കെ, ദിസ് ഈസ് 0, ദിസ് ഈസ് 0, ദിസ് ഈസ് 0. അപ്പോൾ ഇവിടെ 2 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. ആ കേസിലൊന്നും വ്യത്യാസമില്ല. ഇവിടെ 2, 1, 0 വരും. ഇവിടെ അത് തന്നെ, ഇവിടെ 0 മാത്രമേ വരുന്നുള്ളൂ. മാറിപ്പോയതാണ്. കാരണം x1 എന്ന് പറഞ്ഞത് 1/2 ആണ്, x2 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ 1/2, 1/2, 1 ആണ് മാക്സിമം വരുന്നത്, മിനിമം 0. ഓക്കെ, ദിസ് ഈസ് 1, ദിസ് ഈസ് 1. റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി 1 ആണ്, എല്ലിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ DSPD 2, 1, 0. രണ്ടാമത്തെ കേസിൽ മൾട്ടിപ്ലിസിറ്റി 3 ആണ്, എല്ലിൻ്റെ വാല്യൂ P ആണ്, ദാറ്റ് ഈസ് 2, 1, 0. മൂന്നാമത്തെ കേസിൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്, എല്ലിൻ്റെ വാല്യൂ 0, അപ്പോൾ X ആണ്, ഇവിടെ 0. അപ്പോൾ 3 കേസാണ് വരുന്നത്. അതായത് മൊത്തം 7 ഐഗൺ സ്റ്റേറ്റ്, 1 D2 1 0, 1 3 P2 1 0, ദെൻ 1 X 0. ഇനി നമുക്ക് കാണേണ്ടത് മാക്സിമം മൾട്ടിപ്ലിസിറ്റി വരുന്നത്. ഒന്നാമത്തെ കേസ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഇതാണ് 3 P2 1 0. മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഒരു ക്വാണ്ടിറ്റി തന്നെ ഉള്ളൂ. അപ്പോൾ മാക്സിമം ആംഗുലർ മൊമെൻറ്റും ഇതേ കേസ് തന്നെയാണ് വരുന്നത്, മാക്സിമം ആംഗുലർ മൊമെൻറ്റും. ഇനി ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ്. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആവുന്ന കേസിൽ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, മിനിമം ആയിരിക്കും. ഇവിടെ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 മിനിമം. അപ്പോൾ 3 P 0.
ദിസ് ഈസ് ദ മിനിമം എനർജി, അതായത് ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് 3p0 ആണ്. ഇതിനാണ് നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതാണോ സിമ്പിൾ തോന്നുന്നത് അത് യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓർബിറ്റൽ മാഗ്നിറ്റ്യൂഡൊക്കെ കണ്ടിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യത്തെ കേസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബൈ വെക്ടർ ആറ്റം മോഡൽ. അപ്പോൾ രണ്ട് കേസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ദറ്റ് ഈസ് സൾഫർ 16. സൾഫർ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. സോ 1s2 2s2 2p6 3s2 2p4. ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് 2p4. 3 സെല്ല്, 3 ഇലക്ട്രോൺ ആദ്യം വന്നു, അടുത്ത ഇലക്ട്രോൺ അടുത്ത കേസിൽ വന്നു. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് PP. ഇവിടെ ഒരു വാലൻസ് ഈ 2 ഇലക്ട്രോണും തമ്മിലാണ്. കാരണം ഇത് ക്യാൻസൽ ചെയ്ത് പോയി. ഒരു അപ്പ് ഡയറക്ഷനും ഡൗൺ ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കപ്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് രണ്ടും PP ലെവൽ തന്നെയാണ് ഇവിടെ വരുന്നത്, PP ലെവൽ. അപ്പോൾ PP ലെവൽ ആകുമ്പോൾ L1 = 1, L2 = 1, x1 എന്ന് പറഞ്ഞത് 1/2, x1 എന്ന് പറഞ്ഞത് 1/2. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ L എന്ന് പറഞ്ഞത് L1 + L2 ദാറ്റ് ഈസ് 2 1 0, x എന്ന് പറയുന്നത് 1 0. ഓക്കെ. ഇനി Lഉം Xഉം നമ്മൾ കൺസിഡർ ചെയ്യാണ്. L + X കൺസിഡർ ചെയ്യാണ്. ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈവൻ വാല്യൂസ് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. ദെൻ മൾട്ടിപ്ലിസിറ്റി നമ്മൾ കാണണം. അത് കഴിഞ്ഞ് ജെയുടെ വാല്യൂ, ദെൻ റെപ്രസെൻറ്റേഷൻ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനൽ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കേസും എഴുതുന്നില്ല. ഈവൻ വരുന്ന കേസ് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. 2 1 ഈവനാണ് വരുന്നത്, 2 0 ഓഡാണ് വരുന്നത്, 1 1 ഈവൻ വരും, 1 0 വരില്ല, ദെൻ 0 0. ഇത്രയും കേസ് മാത്രമാണ് ഇതിൽ പോസിബിൾ ആവുക. ബാക്കി വരുന്ന കേസ് 2 1 ആണ് വരുന്നതെങ്കിൽ L + X എന്ന് പറയുന്നത് ഓഡ് വാല്യൂ ആയിരിക്കും, നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അലോഡല്ല. 1 + 1 0 ആണെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. 0 1 ആണെങ്കിൽ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 0. മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ഇവിടെ 1 വരും, ഇവിടെ 3 വരും, ഇവിടെ 1 വരും. ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 2 വരും, ഇവിടെ 2 1 0 വരും, ഇവിടെ 0 വരും. റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി 1 ആണ്, എല്ലിൻ്റെ വാല്യൂ 2 ആണ്. സോ ഡി, ജെയുടെ വാല്യൂ 2 ആണ്, 1d2. ഇവിടെ എല്ലിൻ്റെ വാല്യൂ 1 ആണ്. സോ പി മൾട്ടിപ്ലിസിറ്റി 3 ആണ്, ജെയുടെ വാല്യൂ 2 1 0 ആണ്. ദെൻ ഇവിടെ എല്ലിൻ്റെ വാല്യൂ 0 ആണ്. എക്സ് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്, ജെയുടെ വാല്യൂ 0 ആണ്. ഇനി നമുക്ക് മിനിമം എനർജി ലെവൽ കാണണം, എനർജി സ്റ്റേറ്റ്. മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഇതാണ്, 3p210 ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് അത് വരുന്നില്ല. അലോഡ് എന്നല്ല, എനർജി ലെവൽ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റാണ് നമ്മൾ കണ്ടെത്തുന്നത്. ദെൻ ഒരു കേസ് മാത്രം പി മാത്രമേ വരുന്നുള്ളൂ. ഗ്രേറ്റർ ദാൻ ആ ഫീൽഡ് ആയതുകൊണ്ട് മാക്സിമം ക്വാണ്ടം ജെയുടെ വാല്യൂ ആയിരിക്കും മിനിമം ലോവസ്റ്റ് എനർജി കാണിക്കുന്നത്. സോ 3p2 എന്നതായിരിക്കും എന്തുണ്ടാവുക, ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. വേറൊരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. പ്രോബ്ലം കുറേ എനർജി സ്റ്റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഐഗൺ സ്റ്റേറ്റ് 3p2 3p1 3d2 3d5 1x0 1s2. ഇതിൽ ഓക്സിജൻ ആറ്റത്തിൻ്റെ കേസിലുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എന്നുള്ളത് ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഓക്കെ. അപ്പോൾ ഓക്സിജൻ ആറ്റം എന്ന് പറയാനുള്ള കാരണം ഓക്സിജൻ്റെ 16 ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് പി ആണ്. അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. കാരണം 16 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കേസിൽ ഏതാണ് ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് കാണിക്കുന്നത് എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആദ്യത്തെ കേസിൽ മാക്സിമം മൾട്ടിപ്ലിസിറ്റി വരുന്നത് ഏതൊക്കെയാണ്, 3p2 മാക്സിമം മൾട്ടിപ്ലിസിറ്റി 3 ആണ്, 3p1 വരുന്നുണ്ട്, 3d2 വരുന്നുണ്ട്, 3d5 വരുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം മാക്സിമം വരുന്നത് ഡീൻ്റെ കേസാണ്, 3d2 3d5 വരുന്നുണ്ട്. ഓക്കെ. മൂന്നാമത്തെ കേസിൽ ഗ്രേറ്റർ ദാൻ ആ ഫീൽഡാണ്. അപ്പോൾ ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞത് മാക്സിമം ആയിരിക്കും. ജെയുടെ വാല്യൂ മാക്സിമം എന്ന് പറഞ്ഞാൽ 3d5 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേസിൽ 3d5 എന്നതായിരിക്കും എന്തുണ്ടാവുക,
ലോവസ്റ്റ് എനർജി ലെവലായിട്ട് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇത് ഒരു തവണ നെറ്റ് എക്സാമിന് CSIR നെറ്റ് എക്സാമിന് ചോദിച്ചൊരു പ്രോബ്ലമാണ് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് അൺസ്ക്രൂഡ് ആപ്ലിക്കേഷൻ വരുന്നത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷനെ കുറിച്ചാണ്. ഓക്കെ.